ശബരിമല കൊള്ള ഒളിപ്പിക്കാനും അവിടുന്ന് ശ്രദ്ധ തിരിക്കാൻ ഇവിടുത്തെ സർക്കാർ അവരുടെ തന്ത്രങ്ങൾ നടപ്പിലാക്കും എന്ന് ഞാൻ ആദ്യം മുതൽ പറഞ്ഞതാണ്. ഈ SITയോ ഈ കേരള പോലീസോ ഇവരുടെ അന്വേഷണത്തിനും ഒന്നും നടക്കില്ല, ഒന്നും തെളിവാവില്ല. ഇദ്ദേഹത്തിൻ്റെ എതിരെ റിമാൻഡ് റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്നത് ഒരു ചുക്ക് എഴുതിയിട്ടുണ്ടായിരുന്നില്ല SIT, എന്നിട്ടും അറസ്റ്റ് ചെയ്തു. വാസവൻ്റെ ഇതിൻ്റെ ഇൻവോൾവ്മെൻറ്റും കടകംപള്ളി സുരേന്ദ്രനായ മുൻ ദേവസ്വം മന്ത്രിൻ്റെ ഇൻവോൾവ്മെൻറ്റിൽ നിന്ന് എങ്ങനെയെങ്കിലും ശ്രദ്ധ തിരിക്കാൻ ഒരു തന്ത്രം. ആരാണ് ഈ 4.5 കിലോ സ്വർണം കട്ടുകൊണ്ടുപോയത്? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പിന്നിൽ ആരായിരുന്നു? നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതി തന്ത്രി കണ്ഠരര് രാജീവരെ നിലവിലിപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹം ജയിലിൽ കഴിയുന്ന സമയത്ത് നടത്തിയ ആൻജിയോഗ്രാം പരിശോധനയിൽ ഹൃദയത്തിൽ ബ്ലോക്ക് കണ്ടെത്തിയിരുന്നു. ഇതിൻ്റെ തുടർ ചികിത്സയ്ക്കും മറ്റ് ശാരീരിക അസ്വസ്ഥതകൾ പരിശോധിക്കുന്നതിനുമായാണ് അദ്ദേഹത്തെ നിലവിലിപ്പോൾ ഈ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ ഈ ഒരു സാഹചര്യത്തിൽ സന്ദർശിക്കുവാൻ വേണ്ടി BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ എത്തുകയാണ്. ഇന്നലെ മനസ്സിലാക്കിയതാണ് അദ്ദേഹം ഇവിടെ ചികിത്സയ്ക്ക് അഡ്മിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ കുറച്ച് തിരക്കായിരുന്നു. ഇന്ന് അദ്ദേഹത്തിനെ കാണാനാണ് ഞങ്ങളെല്ലാവരും വന്നിരിക്കുന്നത്. കൃഷ്ണദാസ്ജിയും കരമന ജയൻജിയും എൻ്റെ ഒപ്പം അഡ്വക്കേറ്റ് സുരേഷും അദ്ദേഹത്തിൻ്റെ എന്താണ് സ്ഥിതി കാണാനാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ ആദ്യം മുതൽ ഒരു കാര്യം പറഞ്ഞതാണ്, ഇവിടെ ശബരിമല കൊള്ള ഒളിപ്പിക്കാനും അവിടുന്ന് ശ്രദ്ധ തിരിക്കാൻ ഇവിടുത്തെ സർക്കാർ അവരുടെ തന്ത്രങ്ങൾ നടപ്പിലാക്കും എന്ന് ഞാൻ ആദ്യം മുതൽ പറഞ്ഞതാണ്. ഒക്ടോബർ 3-ാം തീയതി എൻ്റെ ആദ്യത്തെ പ്രസ് കോൺഫറൻസിൽ ഞാൻ പറഞ്ഞതാണ്, ഈ SITയോ ഈ കേരള പോലീസോ ഇവരുടെ അന്വേഷണത്തിനും ഒന്നും നടക്കില്ല, ഒന്നും തെളിവാവില്ല. ഏകദേശം 6 മാസമായി. ഇനിയും നമുക്ക് ആര് ചെയ്തു, ആരായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പിന്നിൽ, ഇത് ഇന്നുവരെ ഈ സർക്കാരിന് ഈ കേരള പോലീസിനും കൃത്യമായി പറയാൻ കഴിയുന്നില്ല. അതൊന്ന്. രണ്ടാമത്തത്, ഈ അന്വേഷണം നടക്കുമ്പോൾ ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത അന്ന് ഞങ്ങൾ പറഞ്ഞത് എന്താണ്? ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തിൻ്റെ എതിരെ റിമാൻഡ് റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്നത് ഒരു ചുക്ക് എഴുതിയിട്ടുണ്ടായിരുന്നില്ല SIT, എന്നിട്ടും അറസ്റ്റ് ചെയ്തു. അതല്ലേ ഇപ്പോൾ കോർട്ടും പറഞ്ഞത്, ഒരു കണക്ക് തെളിവില്ല, ഒരു ഷെഡ് എവിഡൻസ് ഇല്ല, ഒരു അയോട്ട് ഓഫ് എവിഡൻസ് ഇല്ലാതെ ആണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് എന്തുകൊണ്ട് ചെയ്തു എന്നാണ് ചോദ്യം. ഞാനിപ്പോൾ ആരെയും ന്യായീകരിക്കാനല്ല, അത് ഞങ്ങളുടെ നിലപാടല്ല. പക്ഷേ എന്തുകൊണ്ട് ആ സമയത്ത് ഒരു തെളിവില്ലാണ്ട് ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു? ഇത് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അതിൻ്റെ ഞങ്ങൾക്കുണ്ട് അതിന് മറുപടി, അതിൻ്റെ ഒരു ഉത്തരം ഞങ്ങൾക്കുണ്ട്. അത് ശ്രദ്ധ തിരിക്കാൻ വാസവൻ്റെ ഇതിൻ്റെ ഇൻവോൾവ്മെൻറ്റും കടകംപള്ളി സുരേന്ദ്രനായ മുൻ ദേവസ്വം മന്ത്രിൻ്റെ ഇൻവോൾവ്മെൻറ്റിൽ നിന്ന് എങ്ങനെയെങ്കിലും ശ്രദ്ധ തിരിക്കാൻ ഒരു തന്ത്രം. ഇതിൽ ഞങ്ങളുടെ മനസ്സിൽ ഒരു ഔൺസും സംശയമില്ല. ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തതും കോർട്ട് ഇപ്പോൾ കൃത്യമായി പറഞ്ഞതും ഒരു തെളിവില്ലാണ്ട് അറസ്റ്റ് ചെയ്തത് ഒരു തന്ത്രമായിട്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും കേരള പോലീസ് ചെയ്തത്. ശ്രദ്ധ തിരിക്കാൻ, ജനങ്ങളെ വാസവെന്നും കടകംപള്ളി സുരേന്ദ്രനും ശ്രദ്ധ തിരിക്കാനാണ് ചെയ്തത്. പക്ഷേ ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യവും മിഞ്ഞാന്ന് പറഞ്ഞ കാര്യവും ഇന്ന് ഒരിക്കൽ കൂടി പറയുന്നു. ഈ നാട്ടിൽ, നമ്മുടെ നാട്ടിൻ്റെ പുതിയ പേരാണ് കേരളം, ഭഗവാന്റെ ഒരു നാടാണ് കേരളം. ഈ നാട്ടിൽ വിശ്വാസികളെ ദ്രോഹിക്കാൻ, തന്ത്രിമാരെ ദ്രോഹിക്കാൻ, നിങ്ങളെ കൊള്ള ഒളിപ്പിച്ച് മറ്റവരെ ദ്രോഹിക്കാൻ നിങ്ങൾ ഇറങ്ങിയാൽ ഞങ്ങളത് സമ്മതിക്കില്ല. ഇതിലാർക്കൊരു സംശയം ഉണ്ടാകാൻ പാടില്ല. അത് VD സതീശനാണോ സഖാവ് പിണറായി വിജയനാണോ, BJP NDA ഇത് സമ്മതിക്കില്ല. ഇവർക്ക് പിന്തുണ, ദ്രോഹിച്ചവർക്ക് പിന്തുണ BJP NDA കൊടുക്കും. അവരെ സംരക്ഷിക്കാൻ ഞങ്ങൾ ഇറങ്ങും. വിശ്വാസിയാണോ തന്ത്രിയാണോ ആരാണെങ്കിലും നിരപരാധിയായ ആൾക്കാരെ ദ്രോഹിക്കാൻ നടക്കുന്ന രാഷ്ട്രീയക്കാരുടെ അവരെ ഞങ്ങൾ സംരക്ഷിക്കും. ഇവരെല്ലാം സാധാരണക്കാരെ സംരക്ഷിക്കുന്നു. ഞങ്ങൾ ഇന്ന് ഉറപ്പ് തരാൻ ആഗ്രഹിക്കുന്നു. ഇന്നലെ ഞാൻ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ 2018 അയ്യപ്പ ഭക്തന്മാരെ ദ്രോഹിച്ച് അവിടുത്തെ ശബരിമലേൻ്റെ ട്രഡീഷൻസും റിച്വൽസിനെല്ലാം
തകർക്കാൻ ശ്രമിച്ച ഈ സർക്കാർ സ്ത്രീ പ്രവേശനത്തിനെ കുറിച്ച് സുപ്രീം കോർട്ടിലൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഇലക്ഷൻ്റെ ഒരു മാസം 1.5 മാസം മുമ്പ് പെട്ടെന്ന് അവർക്ക് അയ്യപ്പ സംഗമവും അയ്യപ്പൻ്റെ എല്ലാം ഓർമ്മ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ശകലം ഉളുപ്പുണ്ടെങ്കിൽ 3 കാര്യങ്ങൾ ഈ സർക്കാർ ചെയ്യണം. ഒന്ന്, സുപ്രീം കോർട്ടിൽ ഒരു പുതിയ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം. അവർ കൊടുത്ത പഴയ സ്റ്റേറ്റ്മെൻറ്റ് മാറ്റി പുതിയ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം. രണ്ടാമത്തത്, ഈ ശബരിമല കൊള്ളേനെ കുറിച്ച് കേരള പോലീസിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് സമ്മതിച്ച് CBIന് അന്വേഷിക്കാൻ ഒരു പെർമിഷൻ കൊടുക്കണം. ഇത് നമ്മൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാജി വന്നപ്പോൾ ഒരു വെല്ലുവിളി അദ്ദേഹം കൊടുത്തു. CMന് ഇത് സിൻസിയറായിട്ട് അന്വേഷിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ CBIന് കൊടുക്കൂ കേസ്. കേരള പോലീസ് 6 മാസം അന്വേഷിച്ചതല്ലേ, അത് ഒന്നും ചെയ്തില്ലല്ലോ, ഒന്നും കണ്ടുപിടിച്ചില്ലല്ലോ. ഇനിയിപ്പോൾ CBIന് കൊടുക്കൂ. രണ്ടാമത്തത്. മൂന്നാമത്തത്, 2018 3000 പേര്, അതിനേക്കാൾ കൂടുതൽ സാധാരണ വിശ്വാസികളെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഈ സർക്കാർ കേസ് പിൻവലിക്കൂ, മാപ്പി ചോദിക്കൂ. ഇതാണ് 3 കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചെയ്യേണ്ടത്. ശകലം ഉളുപ്പുണ്ടെങ്കിൽ. അത് ഉളുപ്പുണ്ടോ ഉളുപ്പില്ലെന്ന് നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കണം. ഞാൻ പറയുന്നത് 6 മാസം മുമ്പെയാണ് ഈ കൊള്ളേനെ കുറിച്ച് ന്യൂസ് പുറത്തു വന്നത്, വാർത്ത പുറത്തു വന്നത്. 6 മാസം അന്വേഷിച്ചിട്ട് നമ്മൾ എവിടെയാണെന്ന്, ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പ്രോത്സാഹിച്ചത്, ആരാണ് സപ്പോർട്ട് കൊടുത്തത് കണ്ടുപിടിക്കണ്ടേ? ഇത് കേരള പോലീസല്ലേ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമല്ലേ, അവർക്ക് കഴിയില്ലേ ഇത് ചെയ്യാൻ? കഴിയില്ലെങ്കിൽ പറയണം, ഇനി ഞങ്ങൾക്കത് സാധിക്കുന്നില്ല, CBI അന്വേഷിക്കട്ടെ, അത് പറയണ്ടേ? അതും പറയില്ല. എല്ലാവരും ബെയിലിൽ പുറത്താക്കും, കേസ് ഫയൽ ചെയ്യില്ല. എന്നിട്ട് ശ്രദ്ധ തിരിക്കാൻ ഒരു തന്ത്രിന്റെ എതിരെ ഒരു എവിഡൻസ് ഇല്ലാണ്ട്, ഒരു തെളിവില്ലാണ്ട് അവരെ അറസ്റ്റ് ചെയ്യുന്നു. അതല്ലല്ലോ വേണ്ടത്. എന്താണ് ജനങ്ങളുടെ ആവശ്യം? ജനങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? ഇത് ആര് ചെയ്തു? ആരാണ് ഈ 4.5 കിലോ സ്വർണം കട്ടുകൊണ്ടുപോയത്? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പിന്നിൽ ആരായിരുന്നു? ആരുടെ സഹായവും ആരുടെ പിന്തുണ കൊണ്ടാണ് അദ്ദേഹം അത് കയറി ഇങ്ങനെ ഒരു പാപം ചെയ്തത്? ഇത് ചോദിക്കുമ്പോൾ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നല്ലേ SIT പറഞ്ഞത്? അതല്ലേ സർക്കാർ പറഞ്ഞത്? അതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് കൃത്യമായി ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം. ആര് ചെയ്തു ഈ തെറ്റ്? ആര് ചെയ്തു? കൊള്ള ആര് ചെയ്തു? ആരാണ് ജയിലിൽ പോകേണ്ടത്? വാസവനാണ് ജയിലിൽ പോകേണ്ടത്. നോക്ക്, ഞാൻ ഏറെ റെസ്പോൺസിബിലിറ്റി പറയാം. വാസവനും കടങ്ങപ്പള്ളി സുരേന്ദ്രനാണ് ജയിലിൽ പോകേണ്ടത്. മനസ്സിലായില്ലേ? ഇതിൽ ഞങ്ങൾക്കൊരു സംശയമില്ല. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുകയാണെങ്കിൽ ഞാനും ഇറക്കും സ്റ്റേറ്റ്മെന്റ്. അത് നിങ്ങൾ ചോദിക്കും, അത് മുഖ്യമന്ത്രിയോട് ചോദിക്കും. ജയിലിൽ വെച്ച് നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് നേരത്തെ തന്ത്രിയെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. വിദഗ്ധ പരിശോധനയിലാണ് ഹൃദയ സംബന്ധമായ അസുഖം കണ്ടെത്തിയത്. നിലവിൽ വിദഗ്ധ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് അദ്ദേഹം. സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കരുത് എന്ന കർശന ഉപാധികളോടെയാണ് തന്ത്രിക്ക് നേരത്തെ ജാമ്യം അനുവദിച്ചിരുന്നത്. എന്നാൽ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടേണ്ടതുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി ഈ വ്യവസ്ഥയിൽ ഇളവ് വേണം എന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയായിരുന്നു. കൊല്ലം വിജിലൻസ് കോടതിയിലാണ് തന്ത്രി അപേക്ഷ സമർപ്പിച്ചിരുന്നത്. നിലവിലിപ്പോൾ എന്തായാലും തന്ത്രിയെ BJP സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ സന്ദർശിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മെച്ചപ്പെട്ട് വരികയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.